ഇന്നലത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ പേര് കണ്ടു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഇന്ന് അത് പ്രമാണിച്ച് വേദയുടെ പഴയ കുറേ ഫോട്ടോസും നൂലുകെട്ട് ഫോട്ടോസും ഞങ്ങൾ കുറേ പണ്ടൊക്കെ ട്രാവൽ ചെയ്ത ഫോട്ടോസും ഒക്കെ ഉള്ള ഒരു ഫോട്ടോ ബുക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതും ആക്ച്വലി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറേ നാളുകളായിട്ട് പറയാണ് വേദയുടെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ അതും ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ കരുതി എന്തായാലും അതുകൂടെ ഒന്ന് കാണിച്ചേക്കാം. കാരണം കഴിഞ്ഞ നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറി നല്ല രീതിയിൽ നിങ്ങൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് എന്തായാലും ഇതുകൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി കേട്ടോ. കുറേ പഴയ ഫോട്ടോസ് വേദയുടെ നൂലുകെട്ട് മുതലുള്ള ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അന്നൊന്നും ഈ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് ഇതൊക്കെ അത്ര ഇതായിട്ട് വന്ന ഒരു സമയമല്ല കേട്ടോ, ഞാനൊക്കെ ക്യാരിയിങ് ആയിരിക്കുന്ന ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസി ഫോട്ടോസ് ഒന്നും അധികം ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ വേദയുടെ നൂലുകെട്ട്, കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞിട്ടേ ഫേസ് നമ്മൾ ക്യാമറയിൽ കാണിക്കാവൂ എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് എല്ലാം അതുമുതലുള്ള ഫോട്ടോസും നമ്മൾ കുറേ ട്രാവൽ ചെയ്ത ഫോട്ടോസും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഫോട്ടോസാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. വേദ ജനിച്ചപ്പോൾ തന്നെ നമ്മളൊരു കുഞ്ഞ് ക്യാമറ എല്ലാം വാങ്ങിയിട്ട് നല്ല നല്ല മൊമെൻറ്റ്സ് ആ ക്യാമറയിൽ പകർത്തി അതിനെ ഞാനിങ്ങനെ ഫോട്ടോസാക്കി എടുത്ത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കാണും. പിന്നെ കുറച്ച് ഇതുപോലെ പെൻ ഡ്രൈവിലൊക്കെ ആക്കിയിട്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കാണും. വേദയുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ വേദ ഇങ്ങനെ ഇട്ട് കൊടുക്കും വേദയുടെ കുഞ്ഞിലത്തെ ഫോട്ടോസ് എല്ലാം. അങ്ങനെ കുറേ ഫോട്ടോസ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഫോട്ടോസും ഒക്കെ നമുക്ക് ഈ കൊള്ളാബ് പോലെ ചിലരിങ്ങനെ ചെയ്ത് തരാം, ഫോട്ടോസ് അയച്ചു തരാൻ പറയുമ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തുള്ള ഫോട്ടോ ബുക്കും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഒക്കെ ഫോട്ടോസ് ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഇതുപോലുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് കുഞ്ഞുങ്ങളുടെ ആയാലും വേദയൊക്കെ ചുമ്മാ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ നിറയെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഫോട്ടോ ആയിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. വേദ ഇങ്ങനെ ചരിങ്ങി കിടക്കുമ്പോൾ ഫസ്റ്റ് ടൈം ചരിങ്ങിയിട്ടുള്ള ഫോട്ടോസ്, കമിഴ്ന്ന് കിടക്കുമ്പോൾ ഉള്ള ഫോട്ടോസ്, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇപ്പം നിങ്ങളുടെ മൊബൈലിലായാലും ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് ഇപ്പം എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആണല്ലോ. അതുപോലെ ഫോട്ടോ ഫ്രെയിം ചെയ്തെടുത്താൽ നമുക്ക് നാളെ ഒരു കാലത്ത് കാണണമെന്ന് തോന്നുമ്പോൾ എടുത്ത് വെച്ച് ഇങ്ങനെ മറിച്ച് കാണാനായിട്ട് ഭയങ്കര ഇതാട്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇപ്പോൾ സ്റ്റുഡിയോയിൽ പോയി മാത്രമേ ഫോട്ടോസ് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഒന്നോ രണ്ടോ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്ന കുറച്ച് ഫോട്ടോസ്, അത്ര എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ഒറ്റൊരു ഫോട്ടോ കുഞ്ഞിലത്തതുള്ളൂ എന്ന് തോന്നുന്നു. ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കങ്ങനെ ക്യാമറ ഫെസിലിറ്റി, ഫോൺ ഫെസിലിറ്റി, അതിനെ ഫ്രെയിം ചെയ്തെടുക്കുക ആ പരിപാടികളൊന്നും ഒന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അതെല്ലാം ഉണ്ട്, അതെല്ലാം സൂക്ഷിച്ച് നല്ല രീതിയിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ലെങ്തി വീഡിയോ കണ്ടാൽ മതിയേ.